ഹലോ, ഇന്ന് നമുക്ക് കട്ട്ലേറ്റ് കുറച്ച് വെറൈറ്റി ആയിട്ട് പുതുമഴ ടേസ്റ്റിൽ ഉണ്ടാക്കിയാലോ. അപ്പോൾ വീഡിയോ ഒക്കെ പോണക്കാലം മുമ്പ് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊക്കെ നന്നായി മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് നന്നായി ഒന്ന് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 2 മീഡിയം സൈസ് സവോളയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവോളയുടെ കളറൊക്കെ നന്നായി മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരു വെറൈറ്റി മസാല ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ തന്തൂരി മസാല പൗഡറാണ്. അതുപോലെ എരിവിന് ആവശ്യത്തിന് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുറച്ച് കൂടുതലായിട്ട് കൊറിയൻഡർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി കൂടേണ്ട ആവശ്യമില്ല, കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ല മിൻറ്റ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ നല്ല ഫ്ലേവർ ആട്ടോ. അപ്പോൾ ഇതിൻ്റെ പൗഡർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇട്ട് കൊടുക്കേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിലാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ നല്ല കുഞ്ഞായിട്ട് അരിയേണ്ട ആവശ്യമില്ല, നമുക്കിങ്ങനെ നന്നായി കടിക്കാൻ കിട്ടണം. ആ ഒരു രീതിക്ക് കുറച്ച് വലുതായിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ചിക്കനും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് മയോണീസാണ്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ മയോണീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയോണീസൊക്കെ ഒരു നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ വെറൈറ്റി തന്നെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇതുകൊണ്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയോണീസിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ. ഇനി നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ബ്രെഡ് ക്രംസ് എടുത്ത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി കുഴിച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ചെറിയൊരു ബോളാക്കിയിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കൈ വെച്ച് തന്നെ പരത്തിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 1 ടീസ്പൂൺ മസാല മാത്രമേ ആവശ്യമുള്ളൂ. സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ കുറേ മസാല ആവശ്യമില്ല. ഇനി നമുക്ക് ഈ മസാല ഉള്ളിലേക്ക് പോകുന്ന വിധത്തിൽ ഈ മാവ് വെച്ചിട്ട് നന്നായി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പ് ആണെങ്കിലും എടുക്കാം. ഞാനിവിടെ ക്യൂബ് ഷേപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർട്ട് ഷേപ്പ് ആക്കാം, സർക്കിൾ ആക്കാം. ഇനി നമുക്കിതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ മൈദ എടുത്ത് അതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് അതുപോലെ ടേസ്റ്റിന് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലായിടത്തേക്കും എത്തുന്നത് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നന്നായി ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഷാഡോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം, പക്ഷേ കട്ട്ലേറ്റ് ആകുമ്പോൾ ഷാഡോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു മുതലാട്ടോ, നല്ല അടിപൊളി സംഭവമാണ്. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സ്ട്രെയിനിലേക്ക് മാറ്റാം. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിനിലേക്ക് മാറ്റാം. അപ്പോൾ നോമ്പിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നല്ലോ, വലിയ കുറേ പണിയൊന്നുമില്ല, സിമ്പിളാണ്. അതുപോലെ നല്ല ടേസ്റ്റാണ്. സാധാരണ കട്ട്ലേറ്റിനേക്കാളും അടിപൊളി ടേസ്റ്റ് ആട്ടോ. അത് ഞാൻ ഉറപ്പ് പറയാം, അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ ട്രൈ ചെയ്യുന്നത് പോലെ മയോണീസ് കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ ചെറിയ കുട്ടികൾക്കാണെങ്കിലും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയും സിമ്പിൾ റെസിപ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ.